ഓം ഹരിശ്രീ ഗണപതിയേ നമഃ. ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശവൃധവത്മാ പുനർജന്മനാമാത്മ്യത്തെ ആത്മവിതാംകൃതം പ്രതാപരജ്യോതി ലോകാനം പ്രളയോദയത്തിതിവിത്യാനേകധായ ശ്രുതൗ വാചം ന സദധാതു നൈകകിരണത്രൈലോക്യ ദീപോരവിഃ. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാലങ്കാരാദിപീഠോപരി പരിലസിതം സേവ്യമാനം സ്വരോഘൈഃ. ജാനുസ്ഥം വാമബാഹും മൃഗമഭിവർഷം ജ്ഞാനമുദ്രാവഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം തതതമുഷ്കണേ. ജ്ഞാനമീശാനമീഡിയോം ദക്ഷിണാമൂർത്തിയേ നമഃ. ഗുരുഭ്യസ്ത ഗ്രഹേഭ്യസ്ത മയാ ബദ്ധ്വൈമഞ്ജലി പ്രസന്നസ്തമേ സത്യാം കുർവന്തു. ഓം പ്രിയമുള്ള പ്രേക്ഷകരെ, ജ്യോതിഷികൾ രാശിയിലൂടെ കവടിക്രിയയിലൂടെയാണ് ഫലം പറയാറുള്ളത്. സംപ്രേര്യമാണോ സ്തവശ ശരീരി പ്രസഹ്യ ദേവേന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധിമേതി യസ്മാത് പ്രശ്നോപ്യതോ ജന്മസമ ഫലേഷു. ഇതാണ് പ്രശ്നത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. സംപ്രേര്യമാണ് ഉത്തമാണ്. ഒരു വ്യക്തി തൻ്റെ കാര്യങ്ങൾ അറിയുവാനുള്ള ആകാംക്ഷ കാരണം ജ്യോതിഷിയെ സമീപിക്കുന്നു. ആ സമയത്ത് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെയും ജ്യോതിഷിയുടെയും പ്രാർത്ഥന മൂലം ജനിക്കുന്ന ഒരു രാശി, ദാറ്റ് ഈസ് ലൈക്ക് ദ ബർത്ത് ഓഫ് എ ചൈൽഡ്. അതൊരു കുട്ടിയുടെ ജനനം പോലെയാണ്. അതുകൊണ്ട് നമുക്ക് രാശിക്കാണ് എപ്പോഴും പ്രാധാന്യം ഈ കവടിക്രിയയിൽ കേരള ജ്യോതിഷത്തിൽ നാം കൽപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കവടിക്രിയയിലൂടെ എൻ്റെ ധർമ്മദൈവങ്ങളെ, എൻ്റെ ജ്യോതിഷ ഗുരുജനങ്ങളെ ഒക്കെ ഞാൻ ഭജിച്ച് എനിക്ക് ലഭിച്ചു കിട്ടിയ രാശി ഇടവൻ രാശിയാണ്. ഇന്ന് 1199 മേടമാസം 31-ാം തീയതി, അതായത് 2024 മെയ് 14-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് ആയില്യം നക്ഷത്രത്തിൽ എടവ രവി സംക്രമം. ഡോക്ടർ മാരാർജി ഈ എടവ മാസം 1-ാം തീയതി മുതൽ വാരഫലം എന്ന പേരിൽ ഓരോ ആഴ്ചയിലും 12 രാശിക്കാരുടെ, അതായത് 27 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടവം 1 മുതൽ ആരംഭിക്കുകയാണ്. മാരാർജി, മേടം രാശിക്കാരുടെ ഫലം ഒന്ന് വിശദീകരിക്കും. മേടം രാശിക്കാർക്ക് ഇന്ന് 2-ൽ സൂര്യനും വ്യാഴവും, 4-ാം ഭാവത്തിൽ ചന്ദ്രനും, 5-ാം ഭാവത്തിൽ മാന്തിയും, 6-ാം ഭാവത്തിൽ കേതുവും, 11-ാം ഭാവത്തിൽ ശനിയും, 12-ാം ഭാവത്തിൽ ചൊവ്വയും രാഹുവുമാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വതവേ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി ഇവിടെയുണ്ട്. സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനേയസ്യ ഭാനുർ സ ഭാഗ്യാധികസ്യാത് എന്നാണ്. 2-ൽ ആദിത്യൻ വീഴുമ്പോൾ നല്ല ഭാഗ്യത്തെ ആദിത്യൻ പ്രദാനം ചെയ്യും എന്നാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ വളരെ ദുർബലമായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു ഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല. നവഗ്രഹങ്ങളിൽ ശുക്രനെ മാത്രമേ 12-ാം ഭാവത്തിൽ ഗുണം പറഞ്ഞിട്ടുള്ളൂ. സധനോന്ത്യേ, ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ധനത്തോടു കൂടെ ഇരിക്കുമെന്നാണ്. 12-ാം ഭാവം വ്യയമാണ്, ചെലവാണ്. അവിടെ 12-ൽ ശുക്രൻ വരുമ്പോൾ ധാരാളം ഭൗതികമായ സുഖത്തിന് കാശ് കണ്ടമാനം ചെലവാക്കും. പക്ഷെ കാശ് വരും. പക്ഷേ 12-ലെ ചൊവ്വയുടെ സ്ഥിതി അങ്ങനെയല്ല. ശതാക്ഷോഭി തൽ സക്ഷതോ ലോഹഘാതേഹി കുജേ ദ്വാദശേ അർത്ഥനാശം കരോതി. ഇപ്പോൾ 12-ൽ ചൊവ്വ വന്നാൽ, വ്യയസ്ഥാനം ചെലവുള്ള സ്ഥലത്ത് ചൊവ്വ വന്നാൽ അർത്ഥനാശം, ധനം നശിച്ചു പോകുമെന്നാണ് ഫലം പറഞ്ഞത്. മൃഷ കിംവദന്തി ഭയം, ധാരാളം കിംവദന്തികളെ കേൾക്കേണ്ടി വരും. ദസ്യുതോവ, കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവും. നല്ല ഒരു ഫലമല്ല 12-ലെ ചൊവ്വയ്ക്ക്. പ്രത്യേകിച്ച് ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പതിതസ്തുരിപ്പേ, 12-ൽ സൂര്യനും ചൊവ്വയും ശനിയും വന്നാൽ പതിതഹ, വീഴ്ച സംഭവിക്കും. മേടൻ രാശി ദുർബലജാനുഹു, കാൽമുട്ടുകൾക്ക് ഏറ്റവും അധികം ബലക്കുറവുള്ള രാശിയാണ് മേടൻ രാശി. ആടാണ് അതിൻ്റെ ചിഹ്നം. പാദങ്ങളുമായി ബന്ധപ്പെടുന്ന വൈകല്യങ്ങൾ, വീഴ്ച, ഡിസ്ക്, നടുവേദന, ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ചൊവ്വ നിൽക്കുന്നത് രാഹുവോടുകൂടെയാണ്. നാഡീ ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും രാഹു. ചൊവ്വയാണെങ്കിലോ
ഇംപ്യൂരിഫൈഡ് ബ്ലഡ് സർക്കുലേഷനാണ്. രക്തത്തെ ദുഷിപ്പിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. ഇവിടെ രക്തകാരകനാണ്, പക്ഷേ രക്തത്തെ ദുഷിപ്പിക്കുന്നു രാഹുവോടുകൂടി. അപ്പം രക്തസംബന്ധമായ ദൂഷ്യങ്ങൾ, ഹൈ BP, ഇതൊക്കെ ഈ സമയത്ത് മേടം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങളാണ്. ഞാൻ സൂചിപ്പിച്ചു, 2-ൽ നിൽക്കുന്ന സൂര്യനും വ്യാഴവും അതൊരു നല്ല യോഗമാണ്. അവിടെയും ക്രൂരം വാക്പതിന അന്യകാര്യനിരതം, അന്യരുടെ കാര്യത്തിൽ വളരെയധികം ഇറങ്ങി പുറപ്പെട്ട് തനിക്ക് പേരുദോഷവും ധനനഷ്ടവും ഉണ്ടാക്കേണ്ട സമയമാണ്. അതുകൊണ്ട് സ്വന്തം കാര്യത്തിൽ മാത്രം നോക്കുക. അധികം ലാഭത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന കർമ്മങ്ങൾക്ക് 2-ൽ നിൽക്കുന്ന സൂര്യൻ ഫലം കുറയും. വളരെ കരുതലോടുകൂടി മേടം രാശിക്കാർ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. പക്ഷെ ഇവിടെ ലഗ്നത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു. അത് നല്ലൊരു യോഗമാണ്. ഈ ഒരു വാരം മെഡിക്കൽ, പാരാമെഡിക്കൽ, ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെടുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ഗവേഷകർക്ക്, യാത്ര പുറപ്പെടുന്നവർക്ക് നല്ല ഒരു സൗഭാഗ്യം ഈ ബുധശുക്രന്മാരുടെ യോഗം പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ കർമ്മമേഖലയിൽ ഇവിടെ ഒരു തടസ്സവുമില്ല. കർമാധിപനായ ശനി ലാഭസ്ഥാനത്ത് 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും നല്ല ഒരു യോഗമാണ്. മറ്റൊരു വിഷയം, ഇവിടെ 5-ൽ ഗുളികൻ നിൽക്കുമ്പോൾ ഗുരുജനങ്ങളുമായി തർക്കിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പാടില്ല. ഗുരുവാദി നിന്ദാകൃത് എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ഗുരുജനങ്ങളെ നിന്ദിക്കുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ഭയഭക്തിയോടുകൂടി ഗുരുജനങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അനാത്മജ എന്ന് പറയുമ്പോൾ സന്താന വിഷയത്തിലും കുറച്ച് മുൻകരുതലുകൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദോഷപരിഹാരങ്ങൾക്കുള്ള പ്രാർത്ഥന എന്താ? നിശ്ചയമായും മേടം രാശിക്കാർക്ക് നമുക്ക് ദോഷത്തിന് പരിഹാരം നിർദ്ദേശിക്കണം. ഇവിടെ ലഗ്നാധിപനായ ചൊവ്വ 12-ൽ നിൽക്കുന്നതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ട്, ശത്രുമുട്ട് ചെയ്യുന്നത് വളരെ ഗുണം. മറ്റൊരു വിഷയം, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടായി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ. പിന്നെ ചൊവ്വയും രാഹുവും തമ്മിലുള്ള യോഗം, അതിനൊരു പരിഹാരമായി നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലിയും പരിഹാരമായി നിർദ്ദേശിക്കാവുന്നതാണ്. മാരാർജി, മേടം രാശിക്കാർക്ക് ഈ ആഴ്ചയിൽ അനുകൂലമായ ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഈ ആഴ്ചയിൽ മേടം രാശിക്കാർക്ക് മെയ് 16, 18, 19, 20, 22 ഈ ദിനങ്ങൾ ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ്. മെയ് 16-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണി വരെ ശുഭകാര്യങ്ങൾക്ക് ഗുണമാണ്. മകൻ നക്ഷത്രമാണ്. പക്ഷേ 1:30 മുതൽ 3 മണി വരെയുള്ള രാഹുകാല സമയം ഒഴിവാക്കുക. മെയ് 18 ഉത്രം നക്ഷത്രമാണ്, വളരെ ഗുണമാണ്. പക്ഷേ സാമ്പത്തികമായ വാങ്ങലും കൊടുക്കലും അന്ന് നിർദ്ദേശിക്കപ്പെടുന്നില്ല. പിന്നെ ഞായറാഴ്ച 19 അത്തം നക്ഷത്രമാണ്, തിങ്കളാഴ്ച ചിത്ര നക്ഷത്രമാണ്. ഇതൊക്കെ വെളുത്തപക്ഷത്തിലെ ദിനങ്ങളാണ്. അതുകൊണ്ട് ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും 18, 19, 20 തീയതികൾ മഹത്തരമാണ്. വിവാഹ നിശ്ചയങ്ങൾ, സുഹൃത്ത് സമ്മേളനങ്ങൾ, യാത്ര, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന അസുലഭ ദിനങ്ങളാണ് മേൽപ്പറഞ്ഞ ദിനങ്ങൾ. പിന്നെ മെയ് 22-ാം തീയതി ബുധനാഴ്ച കാലത്ത് 8 മണി വരെ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, മേടൻ രാശിയെക്കുറിച്ചുള്ള ഒരു പരിമിതമായ വിവരണങ്ങൾ നാം നൽകിക്കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് ഇടവം രാശിക്കാരിലേക്ക് പ്രവേശിക്കാം. മാരാർജി, ഇടവം രാശിക്കാരുടെ ഫലം ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഇടവം രാശിക്കാർക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ കബഡിയിലൂടെ സൂചിപ്പിച്ചു. ഒരു സമയദോഷം ഇടവം രാശിക്കാർക്കുണ്ട്. ഇവിടെ അഷ്ടമാധിപനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു, ഇടവൻ രാശിയിൽ നിൽക്കുന്നു സൂര്യനോടുകൂടെ. അതൊരു ശുഭഗ്രഹമാണ് വ്യാഴം. പക്ഷേ അഷ്ടമാധിപത്യ ദോഷം വളരെ കൂടുതലാണ് ഇവിടെ വ്യാഴത്തിന്. ഇടവൻ രാശിക്കാർക്ക് 3-ൽ ചന്ദ്രൻ, 4-ൽ മാന്തി, 10-ാം ഭാവത്തിലേക്ക് ശനി, 11-ൽ ചൊവ്വ രാഹു, 12-ൽ ബുധശുക്രന്മാരാകുന്നു. ഞാൻ പറഞ്ഞു 4-ൽ ഗുളികൻ എന്ന രാശിയാണ്. വളരെയധികം വീട്ടിലെ ആരോഗ്യ സ്ഥിതി ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഈ വാരത്തിൽ ഇടവൻ രാശിക്കാർക്ക് കൂടുതൽ കാണുന്നു. ധർമ്മദൈവപ്രീതി വളരെ നന്നായി ചെയ്യുക. പിന്നീട് 4-ാം ഭാവാധിപനായ ഗ്രഹമാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ
അതത്ര ശുഭമല്ല. പ്രത്യേകിച്ച് 4-ാം എന്ന് വെച്ചാൽ തൻ്റെ മാതാസുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനമാസനം ച, വാഹനങ്ങളാണ്, അധോമുഖ രാശിയാണ്, വാഹനാപകടം പതിയിരിക്കുന്നുണ്ട്. അതേ രീതിയിൽ അമ്മാമന്മാർ ഇവർക്കൊക്കെ സ്വസ്ഥത കുറവ് വരുന്ന ഒരു വാരമായിരിക്കും ഈ വാരം. നിർബന്ധമായും ഈ ഇടവൻ രാശിക്കാർ, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും തങ്ങളുടെ നക്ഷത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യേണ്ടതാണ്. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ലഗ്നാധിപനായ ശുക്രൻ 12-ലാണ്. അത് ബുധനോടുകൂടെ നിൽക്കുന്നു. അത് സന്താനങ്ങൾക്കും അരിഷ്ടത ഉണ്ടാകുക, താൻ അറിയാതെ ചില കേസുകളിൽ പോയി ചെന്ന് ചാടുക. പ്രത്യേകിച്ച് സ്ത്രീ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളുമായി, അധ്യാപകരായാലും തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപഖ്യാതികൾ പിന്തുടരുന്നതാണ്. പിന്നെ ആരോഗ്യ വിഷയം, ഇടവൻ രാശി കഫരാശിയാണ്. കഫസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരുന്ന വാരമാണിത്. 5-ൽ നിൽക്കുന്ന കേതു വൈകല്യവാനായ ചൊവ്വയുടെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു. അവിടെയും സന്താന സംബന്ധമായ അരിഷ്ടതകൾ നിർബന്ധമായും നാം ചിന്തിക്കേണ്ടതാണ്. പിന്നെ ആരോഗ്യ വിഷയം, ഉദര സംബന്ധമായ രോഗങ്ങൾ, വയറ് രോഗങ്ങൾ, അപ്പൻഡിക്സ്, പൈൽസുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു ഇടവൻ രാശിക്കാർക്ക് ഈ വാരം. എന്താ മാരാർജി പരിഹാരം? ഞാൻ സൂചിപ്പിച്ചു, ശിവക്ഷേത്രത്തിലുള്ള വഴിപാട് പ്രധാനപ്പെട്ടത്. പിന്നെ സന്താനങ്ങളുടെ അരിഷ്ടത മാറ്റാൻ കൃഷ്ണക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യവും പാൽപ്പായസവും വഴിപാടായിട്ട് ചെയ്യുക. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ദേവിക്ക്, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും കടും പായസവും വഴിപാടായി സമർപ്പിക്കുക. ഈ വാരം ഇടവൻ രാശിക്കാർക്ക് അത്ര ശുഭകരമായ ഒരു സമയമല്ല. മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇനി മിഥുനം രാശിയുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ വാരം പ്രതിപാദിക്കുന്നത്. മാരാർജി, എന്താണ് മിഥുനം രാശി? മിഥുനം രാശി എന്നാൽ മകീര നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു മിഥുനം രാശി. ഇന്ന് മിഥുനം രാശിക്ക് പ്രായേണ 2-ൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ മാന്തി, 4-ൽ കേതു, 9-ൽ ശനി, 10-ാം ഭാവത്തിൽ ചൊവ്വ രാഹു, 11-ൽ ബുധശുക്രന്മാർ, 12-ൽ സൂര്യനും വ്യാഴവും. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. അപ്പോഴിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ദാമ്പത്യ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരുന്ന വാരമാണ്. 7-ാം ഭാവം വൈവാഹിക ജീവിതം ചിന്തിക്കേണ്ടുന്ന വ്യാഴമാണ് 12-ൽ നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ സംബന്ധമായ വളരെയധികം ക്ലേശങ്ങൾ, തെറ്റിദ്ധാരണകൾ, ജോലി ചെയ്യുന്ന ആൾക്ക് ഭാര്യയുമായി മാറി നിൽക്കുക, പാർഷ്യൽ സെപ്പറേഷൻ, ഇത് സംഭവിക്കുന്ന സമയമാണ്. മറ്റൊരു വിഷയമോ, 9-ലെ ശനി ഒരുതരം സന്യാസ യോഗം പ്രദാനം ചെയ്യുന്നു ഈ ഒരാഴ്ച. അപ്പോൾ മിക്കവാറും ഈ സമയം ദാമ്പത്യ ക്ലേശങ്ങളും ഭാര്യാഭർത്തൃ വിരഹവും ഭാര്യയ്ക്ക് ശാരീരിക ക്ലേശങ്ങളും സംഭവിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർമ്മമേഖലയിൽ വളരെയധികം അസ്വസ്ഥത ജനിപ്പിക്കുന്നു. 10-ലെ ചൊവ്വ കർമ്മത്തിൽ തനിക്ക് ദണ്ഡനാഥോ, വടിപിടിക്കേണ്ട യോഗ. പക്ഷെ ആ ചൊവ്വ ശത്രുപതിയാണ് കർമ്മസ്ഥാനത്ത്. കർമ്മം ശത്രു മുടക്കിക്കളയും. എന്നിട്ട് കർമ്മ തടസ്സം, അധികാരികളുടെ അപ്രിയത്തിന് പാത്രമാകും. കാരണം സൂര്യനാണ് അധികാരി. അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അപ്രിയം സംഭവിക്കുന്ന വാരമാണ് മിഥുന രാശിക്കാരെ കാത്തിരിക്കുന്നത്. എന്താണ് പരിഹാരം? ഈ സമയത്ത് പ്രധാനപ്പെട്ട പരിഹാരം, ഭാര്യാഭർത്തൃ ദാമ്പത്യ ശ്രേയസ്സിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര പരിഹാരമായി ചെയ്യുക. ആത്മാർത്ഥമായ പരിഹാരത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ കണ്ണിന് കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് താൽക്കാലികമായ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാവുന്നതാണ്. അടുത്തതായി കർക്കിടകം രാശി. കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു വാരം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. മാരാർജി, എന്താണ് കർക്കിടകം രാശി? കർക്കിടകം രാശി എന്നാൽ പുണർദം നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക,
പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാകുന്നു കർക്കിടകൻ രാശി. ഇവിടെ ചന്ദ്രൻ ഇന്ന് നിൽക്കുന്നത് നമുക്ക് വളരെ ഗുണമാണ്. മാന അർത്ഥ സൗഖ്യാവഹ, അഭിമാനവും ധനവും സുഖവും പ്രദാനം ചെയ്യും ഈ ചന്ദ്രൻ. ഇവിടെ വ്യാഴം 11-ൽ നിൽക്കുന്നു, ആദിത്യനും 11-ൽ നിൽക്കുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ, അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, അധികാരം കർക്കിടക രാശിക്ക് വരുന്ന വാരമാണിത്. കർക്കിടകത്തിന്റെ രാശിയുടെ ഫലം തന്നെ അതാണ്. ക്ഷയധനേഹി സംവിജ്യതേ ചന്ദ്രവത്, ചന്ദ്രനെ പോലെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഈ വാരം എന്തായാലും ഉയർച്ചയുടെ വ്യാഴമാണ്. പുതിയ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളിൽ, പ്രവൃത്തികളിൽ കർക്കിടകം രാശിക്കാർക്ക്, ഈ 3 നക്ഷത്രക്കാർക്ക് വ്യാപൃതരാവാൻ പറ്റുന്ന ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ്. ഇവിടെ 2-ൽ ഗുളികനുണ്ട്. നിന്ദ്യാഭിഭാഷി, അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ ഒന്നും ആരുമായി ഇടപെടാതിരിക്കുക. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ എന്നാണ്. നാവിലാണ് നമ്മുടെ ലക്ഷ്മിത്വമുള്ളത്. ജിഹ്വാഗ്രേ മിത്രബാന്ധവ, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ നാവിൻ പുറത്താണ്. ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ, നമ്മുടെ നാവ് നമ്മളെ ബന്ധിപ്പിക്കുന്നു. ജിഹ്വാഗ്രേ മരണം ധ്രുവം, മരണം പോലും നമ്മുടെ വാക്കുകൊണ്ടുണ്ടാവുന്നു. അതുകൊണ്ട് അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ പോകാതിരിക്കുക. 8-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഗുണമല്ല. അതുകൊണ്ട് ശനീശ്വര പ്രീതി, ഒരു നെയ്വിളക്ക് ശനിയാഴ്ച അയ്യപ്പനോ ശാസ്താവിനോ ഹനുമാൻ സ്വാമിക്കോ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അടുത്തതായി ചിങ്ങൻ രാശിക്കാരുടെ ഈ വാരഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. മാരാർജി, എന്താണ് ചിങ്ങം രാശി? ചിങ്ങൻ രാശി എന്നാൽ മകം, പൂരം, ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാണ്. ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ മാന്തി, 2-ൽ കേതു, 7-ൽ ശനി, അഷ്ടമത്തിൽ ചൊവ്വ രാഹു, 9-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 10-ൽ സൂര്യൻ വ്യാഴം, 12-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഉള്ളത്. വളരെയധികം കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന സമയമാണ്. ഇവിടെ 9-ാം ഭാവം, 4-ാം ഇടം, ഇത് ചിന്തിക്കുന്നത് പൈതൃകം, മാതൃകം. അപ്പോൾ അച്ഛനും അമ്മയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ടാകുന്ന അരിഷ്ടതകൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന വാരമാണിത്. ലഗ്നത്തിലെ ഗുളികനാണെങ്കിലോ രോഗി, ക്ഷതാംഗഹ, അംഗത്തിന് ക്ഷതം, സർജറി, രോഗാദ്യ അവസ്ഥ ഇവിടെ സംജാതമാകുന്നതാണ്. 12-ലെ ചന്ദ്രൻ വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കുന്ന സമയവും കൂടിയാണ്. പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ, തൻ്റെ അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് മനസ്സിനുള്ളിൽ വിഷാദമുണ്ടാകുമെന്നാണ്. അപ്പോൾ കുടുംബ സമാധാനം വളരെയധികം തകർന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. കർമ്മമേഖലയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊന്നുമില്ല. പുതിയ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഒക്കെ നല്ലതാണ്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല അവസരങ്ങൾ സംജാതമാകുന്നതാണ്. CA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ഈ വാരം. പരിഹാരമായി നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിലും നാഗസങ്കേതത്തിലും വഴിപാടുകൾ ചെയ്യുക. ഗുളികന് കലശം അല്ലെങ്കിൽ പുയ്യം വഴിപാടായി ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് പൈൽസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ 2-ലെ കേതു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി രക്തം ബ്ലീഡിങ് ചെയ്യുന്ന രീതിയിലുള്ള പൈൽസ് രോഗത്തിൻ്റെ സമയമാണ്, ശ്രദ്ധിക്കുക. പലർക്കും പല്ല് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന, റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയവും കൂടിയാണ് ഇവിടെ വരുന്നത്. അടുത്തതായി കന്നി രാശിക്കാർക്ക് ഈ വാരം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. മാരാർജി, എന്താണ് കന്നിരാശി? ഉത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴികയാണ് കന്നിരാശിയിൽ പെടുന്നത്. കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ ചൊവ്വ രാഹു, അഷ്ടമത്തിൽ ബുധശുക്രന്മാർ, 9-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 11-ൽ ചന്ദ്രൻ, 12-ൽ മാന്തി എന്നാണ് ഗ്രഹസ്ഥിതി. ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണിത്. 12-ലെ മാന്തി ശനിദൃഷ്ടിയോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോഴവിടെ ക്ഷുദ്രഹ അംഗഹീനഹ, ശാരീരികമായ അപകടങ്ങളെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് 2 വീലർ യാത്ര ചെയ്യുന്നു. പിന്നീട് ലഗ്നാധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, മൗഢ്യമില്ല. അന്യദേശത്ത് യാത്രക്ക് വളരെ അനുകൂലമായൊരു സമയമാണ്. ചരന്തീഹ ദേശാന്തരേ വിസ്തൃതാഹ, അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ ഫലം. അഷ്ടമത്തിലെ ശുക്രൻ പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിലുള്ള എല്ലാവർക്കും, വർക്ക് ചെയ്യുന്നവർക്കും പഠിതാക്കൾക്കും വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇപ്പോൾ SSLC, +2 റിസൾട്ടുകളൊക്കെ വന്ന സമയമാണ്. അതുകൊണ്ട്
ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെയധികം പ്രയോജനപ്പെടുത്താം. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും ദാമ്പത്യ സംബന്ധമായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. 9ൽ വ്യാഴമാണ്, അതുകൊണ്ട് ഒരുതരം പാർഷ്യലായ സന്യാസ യോഗത്തിൻ്റെ സമയമാണ്. യാത്രയിൽ ഭാര്യയുമായിട്ട് അകന്നു നിൽക്കുക. അതേ രീതിയിൽ 7 നിൽക്കുന്ന ചൊവ്വ ദാമ്പത്യ ക്ലേശങ്ങളെ ഉണ്ടാക്കുന്ന സമയവും കൂടിയാണ്. കുജേതു വിധവ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന് പരിഹാരം 9ലെ ശുഭഗ്രഹം പരിഹാരമാണ്. അപ്പോൾ ഏതായാലും ദാമ്പത്യത്തിലുള്ള സുതാര്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. 8ലെ ശുക്രൻ സ്ത്രീ സംബന്ധമായ അപഖ്യാതികളിലൊക്കെ പോകേണ്ടുന്ന സമയമാണ്, പുരുഷനായാലും സ്ത്രീയായാലും. മറ്റൊരു വിഷയം, 9ലെ വ്യാഴവും സൂര്യനും ധാരാളം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വലിയൊരു ദൈവാധീനം തരുന്നതാണ്. പിന്നീട് 11ലെ ചന്ദ്രൻ, അതും വളരെ നല്ല ഫലമാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. വ്രജേത് ഭൂമിപാത് ഇന്ദുന ലാഭകേന പ്രതിഷ്ഠ അധികാര അമ്പരാണി ക്രമേണ. ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് നല്ലൊരു കുറ്റിക്കാരനൊക്കെ കണ്ട് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം വളരെയധികം ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എന്താണ് മാരാർജി പരിഹാരം? ഈ കർമ്മമേഖലയിലുള്ള ശ്രേയസ്സിനായിക്കൊണ്ട് നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല പരിഹാരമായി ചെയ്യുക. ദേവിക്ക് ഒരു ഭാഗ്യസൂക്ത അർച്ചനയും ചെയ്യുക. ഗുണപരമായ ഫലം കന്നിരാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. ഇനി തുലാം രാശിക്കാരുടെ ഇടവം 1 മുതൽ 8 വരെയുള്ള വാരഫലമാണ് ഇവിടെ ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാരാർജി, എന്താണ് തുലാം രാശി? തുലാം രാശി ഇവിടെ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 3 നക്ഷത്രക്കൂട്ടങ്ങളാണ്. ഇന്ന് തുലാം രാശിക്കാർക്ക് പ്രായേണ 5ാം ഭാവത്തിൽ ശനി, 6ാം ഭാവത്തിൽ ചൊവ്വ രാഹു, 7ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, അഷ്ടമത്തിൽ സൂര്യനും വ്യാഴവും, 10ാം ഭാവത്തിൽ ചന്ദ്രൻ, 11ൽ മാന്തി, 12ൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. സന്താന സംബന്ധമായ വിഷയത്തിൽ 5ൽ നിൽക്കുന്ന ശനി തുലാം രാശിക്കാർക്ക് മക്കളുടെ ഉപരിപഠനത്തിനും യാത്രക്കും വളരെ അനുകൂലമായ ഒരു സമയത്തെ പ്രദാനം ചെയ്യും. ഇവിടെ യാത്രാപതിയായ ചൊവ്വ വളരെ ശക്തമായി 6ൽ നിൽക്കുന്നു. പിന്നെ ലഗ്നാധിപനായ ശുക്രനും 7ാം ഭാവത്തിലാണുള്ളത് ബുധനോടുകൂടി. അത് ഭാഗ്യാധിപനാണ്. പൈതൃകമായ ചില സ്വത്തുകൾ തൻ്റെ പേരിലേക്ക് വരേണ്ടുന്ന സമയമാണ്. അല്ലെങ്കിൽ പൈതൃകമായ സ്വത്ത് വിറ്റ് കുറച്ച് കാശ് സമ്പാദിക്കുവാനുള്ള അവസരം കൈവരുന്നതാണ്. എടുത്തുചാടി പ്രണയബന്ധത്തിൽ പോയി തലവേദന സൃഷ്ടിക്കുന്ന സമയം കൂടിയാണ്. പുതിയ പ്രേമബന്ധങ്ങൾ യുവതികൾക്ക് വരുന്നൊരു സമയമാണ്. ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര പാദങ്ങൾക്ക് വിഷസ്പർശം ഏൽക്കേണ്ടുന്ന സമയമാണ്. പിന്നീട് ഈ വാരം ഉറക്ക് കുറയുന്നൊരു സമയമാണ്. സഹോദര ഗുണം കുറയും. ഞാൻ പറഞ്ഞു പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. പക്ഷെ അവിടെയും സഹോദരങ്ങളുമായി ഒരു ഐക്യമത്യക്കുറവ്, ശത്രുത കൈവരുന്ന സമയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. റിലേഷൻ ഷുഡ് ബി മെയിൻറ്റെയിൻ പ്രോപ്പർലി. ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം ഈ വാരം തുലാം രാശിക്കാർ. പിന്നെ 10ലെ ചന്ദ്രൻ കർമ്മമേഖലയിൽ യാതൊരു തടസ്സവുമില്ല. കർമ്മമേഖലയിൽ പുത്തൻ സാധ്യതകൾ കാണുന്നു. യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഗുണമാണ്. മത്സ്യക്കച്ചവടക്കാർക്കും ഫ്ലോറിസ്റ്റുകൾക്കും ജലവുമായിട്ട് ബന്ധപ്പെടുന്ന നഴ്സറിക്കാർക്കും ഈ ആഴ്ച വളരെ ശുഭകരമാണ്. അടുത്തതായി വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. മാരാർജി, എന്താണ് വൃശ്ചികം രാശി? വൃശ്ചികൻ രാശി എന്ന് വെച്ചാൽ വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, അനീഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളുടെ 2.25 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാകുന്നു വൃശ്ചികൻ രാശി. ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായേണ 4ാം ഭാവത്തിൽ ശനി, 5ൽ ചൊവ്വ രാഹു, 6ൽ ബുധശുക്രന്മാർ, 7ൽ സൂര്യനും വ്യാഴവും, 9ാം ഭാവത്തിൽ ചന്ദ്രൻ, 10ാം ഭാവത്തിൽ മാന്തി, 11ൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. 7ൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികൻ രാശിക്കാർക്ക് പിതൃദോദിക നല്ല ചില അവസരങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. അവിടെ 7ൽ നിൽക്കുന്ന സൂര്യൻ കർമ്മസ്ഥാനത്ത് വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കും. കാരണം 6ാം ഭാവത്തിൽ ശുക്രനുമുണ്ട്. സദേ ദാനവേദ്യേ സുധാസിക്ത ശത്രു, അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് രേഖാപരമായ ബുധൻ 6ലാണ്. രേഖാപരമായ ഒരു വിഷയത്തിലും ഈ ആഴ്ചയിൽ ഇടപെടാൻ പാടില്ല.
തൻ്റെ വിലപ്പെട്ട രേഖ നഷ്ടപ്പെട്ടു പോവുക, പാസ്പോർട്ട്, സ്വർണം നഷ്ടപ്പെടുക, വീട്ടിൽ കള്ളൻ കയറും. അപ്പോൾ വളരെയധികം തൻ്റെ ആഭരണങ്ങൾ, കാശ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. പൈതൃകമായ ഭാഗ്യം കാണുന്നു. ധർമ്മദൈവ സങ്കേതത്തിൽ വിസിറ്റ് ചെയ്യുക. 5-ൽ നിൽക്കുന്ന ചൊവ്വ ഉദര രോഗം, വയറ് സംബന്ധമായ രോഗം വന്ന് ഒരു സർജറിക്കുള്ള വലിയ സാധ്യത കാണുന്നു. തൻ്റെ മാതാവിനോട് ഭക്തി കാണിക്കേണ്ടുന്ന വാരമാണിത്. അപ്പോൾ അമ്മയെ കാണുക, അമ്മയുടെ അനുഗ്രഹം വാങ്ങുക. ശുശ്രൂഷ അർത്ഥ സമർപ്പണമെന്നാണ്. ജീവിച്ചിരിക്കുന്ന ദേവതയാണ് അമ്മ. അപ്പോൾ അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത് ഈ വാരത്തിൽ തനിക്ക് വളരെ ഗുണകരമാവുന്നതാണ്. ഇവിടെ ശത്രുദോഷത്തിന് പരിഹാരം നിർബന്ധമാണ്. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ശത്രുമുട്ടി ചെയ്യുക. പിന്നീട് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ധനുരാശിക്കാർക്ക് ഈ ഇടവമാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത്. ധനു എന്ന് വെച്ചാൽ മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഇന്ന് ധനുരാശിക്കാർക്ക് പ്രായണ 3-ൽ ശനി, 4-ൽ ചൊവ്വ രാഹു, 5-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 6-ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ മാന്തി, 10-ാം ഭാവത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഈ 8-ലെ ചന്ദ്രൻ ശാരീരികമായ ഒരു അരിഷ്ടതകളെ കാണിക്കുന്നു. സഭാവിദ്യതേ ഭൈഷജി തസ്യ ഗേഹേ, തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പ് ആവുമെന്നാണ്. അത് 2 രീതിയിലെടുക്കാം. ഇവിടെ വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്, അതിന് രോഗത്തിൻ്റെ കാഠിന്യം കുറയും. 8-ൽ നിൽക്കുന്ന ചന്ദ്രൻ പല ജാതകങ്ങളിലും മെഡിസിൻ, പാരാമെഡിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റുഡൻസിനെ കാണാറുണ്ട്. അതുകൊണ്ട് പഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണിത്. ഇവിടെ 5-ാം ഭാവത്തിൽ ബുധശുക്രന്മാരുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യയെ പ്രദാനം ചെയ്യേണ്ടുന്ന ഏറ്റവും അനുകൂലമായ സമയമാണ് ധനുരാശിക്കാർക്ക് സംജാതമാകുന്നത്. അപ്പോൾ പഠനത്തിന് വേണ്ടിയുള്ള യാത്രയും വളരെ നന്നാകും. ഇവിടെ 7th ഹൗസ്, യാത്രാവതിയായ ബുധനാണ് ചരരാശിയിൽ നിൽക്കുന്നത്. വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ശത്രുദോഷം നന്നായിട്ട് കാണുന്നു. അച്ഛൻ്റെ ആരോഗ്യം വളരെ മോശപ്പെടുന്ന സമയമാണിത്. ഗുളിക ഭവനാധിപനായ സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ അർച്ചനയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ കഴിക്കുക. തനിക്കും ശാരീരികമായിട്ട് കഫജന്യമായ ബുദ്ധിമുട്ടുകളും ഇയർ നോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളും വരുന്ന വാരമാണിത്. എന്താണ് മാരാർജി പരിഹാരം? ഇവിടെ നമുക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കാം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസവും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. മകരം രാശിക്കാർക്ക് ഈ ഇടവം 1 മുതൽ ഇടവം 8 വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് ഡോക്ടർ മാരാർജി ചർച്ച ചെയ്യുന്നത്. മാരാർജി, എന്താണ് മകരം രാശി? മകരം രാശി എന്നാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രങ്ങളാണ്. ഇന്ന് പ്രായണ മകരം രാശിക്കാർക്ക് 2-ൽ ശനി, 3-ൽ ചൊവ്വ രാഹു, 4-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 5-ൽ സൂര്യൻ വ്യാഴം, 7 ചന്ദ്രൻ, അഷ്ടമത്തിൽ മാന്തി, 9-ൽ കേതു. ശരിക്ക് തൻ്റെ ഗൃഹത്തിൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടുന്ന വാരമാണിത്. 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. സൗമ്യ സപ്തമികെ വിവാഹഘടന, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിന്നെയോ യാത്രക്ക് പുറപ്പെടുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ല അനുകൂലമായ വാരമാകുന്നു ഈ യാത്രാക്കാലം. അതിന് പുറമേ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും വ്യാഴവും മൂത്ത സന്താനങ്ങളെ പറ്റി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടുതൽ വരുന്നതാണ്. പ്രത്യേകിച്ച് പുത്രകാരകനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല. കാരകഗ്രഹം ഭാവത്തിൽ നിൽക്കുന്നത് ദോഷമാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും സഹോദരന്മാരുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും കാണിക്കുന്നു. 4-ലെ ബുധശുക്രന്മാർ MBA പഠിച്ച, മാർക്കറ്റിംഗ് പഠിച്ച വ്യക്തികൾക്ക് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന സമയമാണ്. വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. അഷ്ടമത്തിൽ ഗുളികനുള്ളതുകൊണ്ട് ഗുളിക ക്ഷേത്രത്തിൽ അവിടെ വഴിപാടുകൾ ചെയ്യണം. സന്താനങ്ങൾക്ക് അവരുടെ നക്ഷത്രത്തിന് ഒരു മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ്.
കുംഭം രാശിക്കാർക്ക് ഈ ഇടവം 1 മുതൽ 8 വരെയുള്ള ശുഭാശുഭങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മാരാർജി, എന്താണ് കുംഭം രാശി? കുംഭം രാശി എന്നാൽ അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴിക. ഇന്ന് കുംഭം രാശി ലഗ്നത്തിൽ ശനി നിൽക്കുന്നു. 2-ൽ ചൊവ്വ രാഹു, 3-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 4-ൽ സൂര്യനും വ്യാഴവും, 6-ൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ മാന്തി, അഷ്ടമത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. കുംഭം രാശിക്കാർക്ക് ഇന്ന് ശശമഹായോഗം പ്രദാനം ചെയ്ത് ശനി ലഗ്നത്തിൽ നിൽക്കുന്നു. അമ്മയോട് ഭക്തി കാണിക്കേണ്ടുന്ന യോഗമാകുന്നു ശശമഹായോഗം. അവിടെ പക്ഷെ 6-ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മാതാവിന് അരിഷ്ടതകൾ അല്ലെങ്കിൽ അമ്മയുമായി വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വന്ന് ഒരു ക്ലേശത്തിൻ്റെ സമയമാണ്, ശ്രദ്ധിക്കുക. 3-ലെ ബുധ ശുക്രന്മാർ ചില പുതിയ വ്യാപാര ബന്ധങ്ങൾ സൗഹൃദങ്ങളിലൂടെ തനിക്ക് കരുത്ത് ലഭിക്കുന്ന വാരമാണ്. 4-ൽ നിൽക്കുന്ന സൂര്യനും വ്യാഴവും വളരെ ജാഗ്രതയോടുകൂടി ഡ്രൈവിംഗ് ചെയ്യുക. പ്രത്യേകിച്ച് കുംഭൻ രാശി ദ്വിപാദ് രാശിയാണ്, 2 പാദങ്ങളുള്ള രാശിയാണ്. 2 വീൽ ഡ്രൈവിംഗ് അപകടത്തെ ഉണ്ടാക്കും. വളരെയധികം യാത്രാ വിഷയം ശ്രദ്ധിക്കുക. 2-ലെ ചൊവ്വയും രാഹുവും അനാവശ്യമായ സമയത്തൊക്കെ ഭക്ഷണം കഴിച്ച് അത് ഫുഡ് പോയ്സനെയും പൈൽസിനെയും ക്ഷണിച്ചു വരുന്നതാണ്. ഭോഗേ രോഗഭയമെന്നാണ്. നല്ല ഭോഗത്തോടുകൂടി കഴിക്കുമ്പോൾ രോഗത്തെ ഭയപ്പെടണം ഈ ആഴ്ച കുംഭൻ രാശിക്കാർ. പിന്നീട് 7-ലെ ഗുളികൻ പല ബന്ധു വീടുകളിലോ സുഹൃത്തുക്കളുടെ സദസ്സിലൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ദൃഷ്ടിദോഷം സംഭവിക്കും. അങ്ങനെയുള്ളൊരവസ്ഥ സംജാതമായാൽ ഉടൻ തന്നെ വീട്ടിൽ ചെന്ന് പ്ലാവില കോട്ടി അതിൽ കല്ലുപ്പ്, മുളക്, കടുക് ഇതൊക്കെ ചേർത്ത് 21 തവണ ആപാദചൂടം ഉഴിഞ്ഞെടുക്കണം ദോഷത്തിന്. ചെറിയ കുട്ടികളെ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുപോയി സമൂഹത്തിൽ കാണിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഉഴിഞ്ഞിടണം. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. തൻ്റെ വാക്കുകൊണ്ട് ആർക്കും ഹേർട്ട് ചെയ്യരുത്. വളരെ ശ്രദ്ധിക്കണം. 2-ലെ ചൊവ്വ അനാവശ്യമായി വാഗ്വാദത്തിൽ ഏർപ്പെടും. അപ്പോൾ ആ ഒരു അവസ്ഥ സംജാതമാകാതെ നോക്കുക. മാരാർജി, എന്താണ് പരിഹാരം? ഈ വാരത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടത് സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി. ദൃഷ്ടിദോഷമുണ്ടാക്കുന്ന ഗുളികനെ സന്തോഷിപ്പിക്കണം. ഗുളികന് കലശം, എണ്ണ അല്ലെങ്കിൽ പുയ്യം ഇത് സമർപ്പിക്കുക. മീനം രാശി ഇടവം 1 മുതൽ ഇടവം 8-ാം തീയതി വരെയുള്ള ഒരു വാരം മീനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. മാരാർജി, എന്താണ് മീനം രാശി? മീനം രാശി എന്ന് വെച്ചാൽ പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഈ 2.25 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇന്ന് മീനം രാശിക്കാർക്ക് ലഗ്നത്തിൽ ചൊവ്വ രാഹു, 2-ൽ ബുധ ശുക്രന്മാർ, 3-ൽ സൂര്യനും വ്യാഴവും, 5-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിലേക്ക് മാന്തി, 7-ൽ കേതു, 12-ൽ ശനി ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ഈ ലഗ്നത്തിലെ ചൊവ്വയും രാഹുവും അനാവശ്യമായ ഈഗോ ഇതുകൊണ്ട് തനിക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടും. പ്രത്യേകിച്ച് 3-ൽ വ്യാഴമാണ്. അപ്പോൾ താൻ വളരെയധികം അച്ചടക്കത്തോടുകൂടി ഭവ്യതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. 2-ലെ ബുധനും ശുക്രനും ഗായകർ, പ്രവാചകന്മാർ, ജ്യോത്സ്യന്മാർ ഇവർക്കൊക്കെ നല്ലൊരു വാരത്തെ പ്രദാനം ചെയ്യുന്നതാണ്. 3-ലെ സൂര്യനാണെങ്കിൽ മതിവിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. 5-ലെ ചന്ദ്രൻ പഠന വിഷയത്തിലേക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മീനൻ രാശിക്കാർക്ക് പഠിക്കാനൊക്കെ ഈ വാരം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. യാത്രക്ക് ബുദ്ധിമുട്ടില്ല. യാത്രാപതിയാഗ്രഹം നല്ല സ്ഥാനത്തുണ്ട്. ഉപരിപഠനത്തിന് വളരെ നല്ലതാണ്. 7-ലെ കേതു മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതെ നോക്കണം. പല്ലുകൾ ശ്രദ്ധിക്കണം. യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതാണ്. 12-ലെ ശനി ആകസ്മികമായി പെട്ടെന്നുള്ളൊരു വീഴ്ചയെ, കാരണം 12 ശനി പതിതസ്തുരിഭേ എന്നാണ്, വീഴ്ച സംഭവിക്കും. അത് മാത്രമല്ല വ്യാധിന തദ്ധാരണം, രോഗം വന്ന് സർജറി ഉണ്ടാകുമെന്ന് 12-ലെ ശനി അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കുക. BP പേഷ്യൻസ് തലചുറ്റി താഴെ വീഴുന്ന സമയമാണ്. എന്താണ് ഇതിന് പരിഹാരം? ഇതിന് പരിഹാരം നിർബന്ധമായും ശനിയാഴ്ച ശനീശ്വരന് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. പിന്നീട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ നിർദ്ദേശാനുസരണമാണ് നമ്മൾ
വാരഫലത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.